ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനും അതുപോലെ തന്നെ വിക്രവും കൂടിയിട്ട് പല പല പ്ലാനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കിരണിനെയും കല്യാണിനെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ അമ്മൂമ്മക്ക് ഇതൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പ്രകാശനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് അവർക്കെതിരെ ചെയ്യാൻ പോണത്? അതെ, അവരെ ഒന്നും ചെയ്യരുത്, എനിക്കത് സഹിക്കരുതെന്ന് പറയുമ്പോൾ പ്രകാശം പറയണ്ട്, അമ്മ ഇത്ര നാളെ അമ്മ എൻ്റെ കൂടെ അല്ല നിന്നത്, ഇപ്പോൾ അവളുടെ സ്നേഹം കണ്ട് അമ്മ അവളുടെ കൂടെ പോയല്ലോ, അമ്മ ഇങ്ങനെ പോവാണെങ്കിൽ എൻ്റെ ശത്രുക്കളുടെ കൂടുതൽ അമ്മയും പെടും അമ്മയെന്ന് പറയുമ്പോൾ ആയിക്കോട്ടെ, എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഇനി ജീവിക്കുന്നത് കല്യാണിക്ക് കിരണിനെ വേണ്ടിയിട്ടും എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് അവർക്കൊരു ആപത്ത് വരാൻ വേണ്ടി ഞാൻ സമ്മതിക്കില്ലടാ. അവരെ ഉപദ്രവിക്കാൻ നീ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിന്നില്ലാതാക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് പറയണം. ഓഹോ, അമ്മക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? ഉണ്ടടാ എന്ന് നമ്മുടെ അമ്മൂമ്മ പറയണം. ശേഷം നമ്മുടെ അമ്മൂമ്മക്കറിയാം പ്രകാശം ജീവിക്കണവരെ വിക്രത്തിനെ വേണ്ടിയിട്ടാണ്. വിക്രം എന്ന് പറഞ്ഞതാണ് ഏറ്റവും തല്ലിപ്പൊളി. വിക്രം ഇല്ലാതായ തന്നെ പ്രകാശം ഒരുമാതിരിയൊക്കെ അടങ്ങുമെന്ന് നമ്മുടെ അമ്മൂമ്മക്കറിയാം. അതുകൊണ്ട് തന്നെ വിക്രത്തിന് ഒരു പണി കൊടുക്കാൻ തന്നെയാണ് അമ്മ തീരുമാനിച്ചത് കേട്ടോ. അതുപോലെ വിക്രത്തിന് വേറെ ആരും ശ്രമിക്കണ്ടേ, ഇവൻ ഇത്രയും വളർത്തി വഷളാക്കിയത് ഞാനും പ്രകാശനും കൂടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ വഷളാക്കിയ ഒരുത്തന്നെ ഇല്ലായ്മ ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്ക് തന്നെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ അമ്മൂമ്മ വിക്രത്തിനെതിരായിട്ട് പോരാടാൻ വേണ്ടി തന്നെ ചെയ്യുക കേട്ടോ, തീരുമാനിക്കുകയാണ്. വിക്രത്തിന് നല്ലൊരു പണി തന്നെ അമ്മൂമ്മ കൊടുക്കുന്നുണ്ട്, അത് ഉറപ്പാണ്. വിക്രത്തിനെ പ്രകാശന് നല്ല പണി കൊടുക്കാണ്ട് അമ്മൂമ്മനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി വേറെ ആരും. അതേസമയത്ത് സരിയുവാണെങ്കിൽ കാത്തിരിക്കുകയാണ് സന്തോഷ വാർത്തയ്ക്ക് വേണ്ടിയിട്ട്. ഇപ്പൊ കിരണിന്റെ മരണ വാർത്ത കേൾക്കും, ഇപ്പൊ കിരണിന്റെ മരണ വാർത്ത കേൾക്കുന്നു. വേറെ ആരെയും വിശ്വസിച്ചില്ല, വിക്രത്തിനെ വിശ്വസിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ഷാരി പറഞ്ഞ, മോളെ അവനെ നീ വിശ്വസിക്കൊന്നും വേണ്ട. വിക്രം വേണമെങ്കിൽ കാലം കയ്യൊക്കെ കൂട്ടിയിട്ട് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടാവും. കിരണിന്റെ അടുത്താ കളിക്കാൻ പോണത്. കിരണിന്റെ അടുത്ത് എത്താനുള്ള ഒരു ആവത്ത് പോലും അവനില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട, അവൻ ഒറ്റയ്ക്കല്ല, അവന് കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് പറയാണ്. അറിയാലോ, ആൽബി സോളിന്റെ ഭർത്താവ് ആൽബിയുടെ തല തല്ലി പൊട്ടിച്ചവൻ അവൻ. അങ്ങനെ അത് മാത്രം ഒരുപാട് പേരുടെ തല തല്ലി പൊട്ടിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു അപകടം ഉണ്ടാക്കിയാൽ പോലെ കിരൺ ഇല്ലാതാവാനായിട്ട് എന്തായാലും അവൻ ഇന്ന് സന്തോഷ വാർത്ത കേൾപ്പിക്കുമെന്ന് എനിക്ക് ഉറപ്പാണമ്മേ എന്ന് പറയാണ്. പക്ഷെ സന്തോഷ വാർത്തയല്ല, ദുഃഖ വാർത്തയാണ് കേൾക്കാൻ പോണത്. വേറൊന്നുമല്ല, വിക്രവും പ്രകാശനും ഇവരിൽ ഒരാൾക്ക് വലിയ അപകടം പറ്റിയ വാർത്ത തന്നെയാണ് നമ്മുടെ സരിയു കേൾക്കാൻ പോണേ കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.